നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒരു പുതിയ കക്ഷി കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. മറ്റാരുമല്ല, ഇറാന്റെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള യമനിലെ ഹൂതികളാണ്. ഹൂതികൾ കൂടി ചേരുന്നതോടുകൂടി ഇറാന്റെ കരുത്ത് കുറെ കൂടി വർദ്ധിക്കുകയാണ്. ഹിസ്ബുള്ള ഒരു ഭാഗത്ത് ഇസ്രായേലിനെ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഹിസ്ബുള്ള അയക്കുന്ന മിസൈലുകൾ വന്ന് പതിക്കുന്നുണ്ട്. ലെബനനിലാണ് ഇസ്രായേലി മിലിറ്ററി ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി മിലിറ്ററി ഇപ്പോൾ സൈനികരുടെ കുറവ് നേരിടുന്നുണ്ട്. അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് ഇസ്രായേലി മിലിറ്ററി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഏതാണ്ട് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഗാസയ്ക്ക് തുല്യമാണ്. ഗാസയേക്കാൾ വളരെയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ്. കാരണം നിരന്തരമായ ആക്രമണമാണ് ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും നേരിടുന്ന ഇപ്പോൾ ഹൂതികൾ കൂടി അവരുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാൻ മാത്രമല്ല, ഇറാന്റെ ഒപ്പം നിൽക്കുന്ന, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും ഇസ്രായേലിനോടും അമേരിക്കയോടും നന്ദി പറയണം. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു 3 ആഴ്ച മുമ്പ് വരെ ഇറാനെക്കുറിച്ച് എന്തായിരുന്നു ഈ ലോകം കരുതിയിരുന്നത്, ഇപ്പോൾ എന്താണ് അവർ കരുതുന്നത്? ഇറാനെക്കുറിച്ച് ലോകത്തുള്ള സകല ആൾക്കാരുടെയും ധാരണ, പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെയാണോ എഴുതി വെച്ചത് അതുപോലെയായിരുന്നു. അതായത് ഇറാൻ ഒരു മതാധിഷ്ഠിത രാജ്യമാണ്, മതഭ്രാന്തന്മാരാണ് അവിടെ ഭരിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഭരണകർത്താക്കൾ മൂലം വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്, അവർ പട്ടിണിയിലാണ്, അവർ കാളവണ്ടി യുഗത്തിലാണ് ജീവിക്കുന്നത്, 10-46 കൊല്ലമായിട്ട് ഉപരോധം നേരിടുന്നത് കൊണ്ട് അവരുടെ പക്കൽ ആയുധങ്ങളില്ല, ആകെപ്പാടെ ഉള്ളത് കുറേ തുരുമ്പെടുത്ത വണ്ടി, തുരുമ്പെടുത്ത കുറേ മിസൈലുകൾ, തുരുമ്പെടുത്ത കുറേ കപ്പലുകളും ബോട്ടുകളും, തുരുമ്പെടുക്കാൻ പോലും ഇല്ലാത്ത വിമാനങ്ങൾ. ഇത്തരത്തിൽ ഒരുപക്ഷെ ലോകത്തിലേക്കും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ പാശ്ചാത്യ മീഡിയകൾ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല ഞാഞ്ഞൂൽ ചാനലുകളും പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയിടുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ഇറാനെ കണ്ടിരുന്നതും അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഭക്തന്മാരായിട്ട് മാറി അവരിപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിച്ചിരുന്നത്. കഴിഞ്ഞ ജൂണിൽ യുദ്ധം നടന്നപ്പോഴും ഈ അമേരിക്കൻ ഇസ്രായേലി ഭക്തന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഞാഞ്ഞൂൽ ചാനലുകാർ പറഞ്ഞത്, ഇറാൻ തീർന്നു, ഇറാനെ ഇപ്പോൾ തന്നെ ഇസ്രായേൽ അങ്ങ് തീർക്കും. എന്നാൽ ഇസ്രായേലിന് ഇറാനെ തീർക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവർ കണ്ടതാണ്. മാത്രമല്ല, അവർ ശരിയായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇറാന്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചെടുത്തത് ട്രംപ് ആയിരുന്നു എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അവരത് മനസ്സിലാക്കിയില്ല. കാരണം അവർ വീണ്ടും റിലേ ചെയ്തിരുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലാണ്. അവർ എഴുതിയിടുന്നതൊക്കെ അവർ വിശ്വസിച്ചു. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നപ്പോൾ തന്നെ എല്ലാവരും അങ്ങ് പ്രവചിച്ചു, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇതോടെ തീർന്നു, ഇറാനെ 4 ദിവസം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചുട്ടരിക്കും, ഗാസയുടെ അവസ്ഥയിലേക്ക് ഇറാൻ എത്തും എന്നൊക്കെ ഇവർ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറാനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന സംഘികളും ക്രിസംഘികളും വരെ ഇപ്പോൾ ഇറാന്റെ ഫാൻസായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് കാണുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കരുത്തുറ്റ രാജ്യം അമേരിക്ക അല്ല. ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കരുത്തുറ്റ രാജ്യം നിസ്സംശയം ഇറാനാണ്. ഇറാൻ ഇത്ര ദിവസവും അമേരിക്കയോടും ഇസ്രായേലോടും യുദ്ധം ചെയ്ത് നിന്നതുകൊണ്ടോ ചെറുത്ത് നിന്നതുകൊണ്ടോ ഒന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഈ യുദ്ധത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഇതിനോടകം കൈവരിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എല്ലാ താവളങ്ങളും തവിട് പൊടിയാക്കിയത്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ഏതാണ്ട് മുഴുവൻ മിലിറ്ററി ബേസുകളും, അമേരിക്കയുടെ മുഴുവൻ മിലിറ്ററി ബേസുകളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. അവിടേക്ക് ഉണ്ടായിരുന്ന സൈനികരെ ഇപ്പോൾ ഹോട്ടലിലേക്കും വീടുകളിലേക്കും ഒക്കെ മാറ്റിയിരിക്കുകയാണ്. കാരണം അവർ ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അത് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുകയാണ്. ഇനി അതെല്ലാം റെഡിയാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ കൈവരിച്ച ആ നേട്ടം ഒരു ചെറിയ കാര്യമാണോ? തന്നെയല്ല, ഇങ്ങനെ ഇറാൻ അമേരിക്കൻ ബേസുകൾ തകർക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അതിനാണ് നമ്മൾ ഇസ്രായേലിനോടും അമേരിക്കയോടും നന്ദി പറയേണ്ടത്. അവരങ്ങോട്ട് കയറി ഇറാനെ ആക്രമിച്ചതുകൊണ്ടാണ്. ഒരിക്കലും ഇറാൻ ഇങ്ങോട്ട് കയറി ആക്രമിക്കത്തില്ല. അവർക്ക് ആഠ്യത്വമുണ്ട്. അവരെ ശല്യപ്പെടുത്തിയാൽ മാത്രമേ അവർ തിരിച്ചു ചെയ്യുള്ളൂ. എന്നാൽ അവരെ ശല്യപ്പെടുത്താതെ അമേരിക്കയും ഇസ്രായേലും ഇരിക്കുകയും വെറുതെ ഭീഷണി മാത്രം ഒഴുകുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇറാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ചെയ്തതൊന്നും തന്നെ ഇറാന് ചെയ്യാൻ പറ്റുകയുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന നമ്മളെല്ലാവരും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇങ്ങനെ ഒരു അവസരം അവർക്ക് നൽകി അമേരിക്കയോടും ഇസ്രായേലിനോടും കടപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് അവർക്കുണ്ടായിരുന്ന ദരിദ്ര രാജ്യം, ദുർബല രാജ്യം എന്നുള്ള ഇമേജിൽ നിന്നും വളരെ വേഗം ഏതാണ്ട് 2-3 ആഴ്ച കൊണ്ട് തന്നെ ലോകത്തിലേക്ക് ഏറ്റവും കരുത്തുറ്റ രാജ്യം എന്ന സ്ഥാനത്തേക്ക് അവർക്ക് കുതിച്ചു കയറാൻ സാധിച്ചത് അമേരിക്കയും ഇസ്രായേലും കനിഞ്ഞതുകൊണ്ടാണ്.
ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലോകം കണ്ട ദുർബല രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണ്. കാരണം ഇറാനെ അവരുദ്ദേശിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം രാജ്യങ്ങളും സ്വന്തം ബേസുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട കാഴ്ചയാണ് ലോകമെമ്പാടും ഉള്ള എല്ലാ രാജ്യങ്ങളും കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും മറ്റ് സഹായത്തിന് വിളിക്കുമ്പോൾ നാറ്റോ പോലും ചെല്ലാത്തത്. കാര്യം നാറ്റക്കേസാകുമെന്നറിയാം. ഇടപെട്ട് കഴിഞ്ഞാൽ അവരും അടി വാങ്ങി ചുരുണ്ടുകൂടി ഓടേണ്ടി വരും. അതുകൊണ്ട് ആ വഴിക്കോട്ട് ഞങ്ങളില്ല എന്ന് നാറ്റോ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ മാറ്റമെല്ലാം, അതായത് തങ്ങൾ മനസ്സിൽ കണ്ടതുപോലെയൊന്നുമല്ല കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ ഈ ഇസ്രായേലി അമേരിക്കൻ ഭക്തന്മാരെല്ലാം പെട്ടെന്ന് കളം മാറ്റി ചവിട്ടിയത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ യൂട്യൂബ് ചാനലുകാർക്ക്, അതായത് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്ന പ്രധാനപ്പെട്ട ചാനലുകാർക്ക് കളം മാറ്റി ചവിട്ടാനോ അന്നേരം വായിൽ തോന്നുന്നത് പറയാനോ ഒരു മടിയുമില്ല. ഏത് കള്ളം പറയാനും മടിയില്ല, ഏത് കള്ളവും പിന്നെ പറഞ്ഞ് വെളുപ്പിക്കാനും യാതൊരു മടിയുമില്ല. ജീവിച്ചു പോകണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. യാതൊരു ആദർശവുമില്ല, നീതിനിഷ്ഠയുമില്ല. അപ്പോൾ അത്തരക്കാരെ പോലും സ്വന്തം അണികളാക്കി മാറ്റാൻ ഇറാന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, അമേരിക്കയും ഇസ്രായേലും ഇറാനെ സഹായിച്ചതുകൊണ്ടാണ്. ഇതുപോലെയുള്ള ഒരു നല്ല സഹായം ഇറാന്റെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇറാൻ ആവശ്യം പോലെ പൈസയും ഉണ്ടാക്കുന്നുണ്ട്. ഈ യുദ്ധം മൂലം ഇറാന് നഷ്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതിലേറെ അവർക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗവും ഈ യുദ്ധം തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവരുണ്ടാക്കുന്ന ഡ്രോണുകൾക്ക് ലോകത്തെമ്പാട് നിന്നും, അവരുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലോകത്തെമ്പാട് നിന്നും ഇപ്പോൾ എൻക്വയറി വരുന്നുണ്ട്. പല രാജ്യങ്ങളും അത് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ്, ഹോർമോസിൽ അവർ ടോൾ ഏർപ്പെടുത്തിയെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഇറാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അതുവഴി കപ്പൽ കടന്നു പോകണമെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. അതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിവുള്ള ഒരൊറ്റ രാജ്യം പോലും ഇന്ന് ലോകത്തില്ല. അമേരിക്കയ്ക്കും പറ്റുന്നില്ല, ചൈനയ്ക്കും പറ്റുന്നില്ല, റഷ്യയ്ക്കും പറ്റുന്നില്ല, ഒരു രാജ്യത്തിനും പറ്റുന്നില്ല. ഇറാനെ കൊണ്ട് മാത്രമേ അത് തീരുമാനിച്ച് വേണോ വേണ്ടയോ എന്ന് വെക്കാൻ പറ്റൂ. അവരെ ഇക്കാര്യത്തിൽ എതിർക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യം പോലും ലോകത്തില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അമേരിക്കയും യൂറോപ്പും ഇസ്രായേലും എല്ലാവരും ഒന്ന് ചേർന്നാൽ പോലും ഹോർമോസിൽ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ഗ്രിപ്പ് അവർക്ക് ഹോർമോസിലുണ്ട്. ഇനി ഹോർമോസ് സ്ഥിരമായിട്ട് ഇറാന്റെ തന്നെ കൺട്രോളിലായിരിക്കും എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗം ഞാനീ പറഞ്ഞതുപോലെ അവരുടെ ആയുധങ്ങൾക്ക് വരുന്ന ഡിമാൻഡാണ്. അവരിഷ്ടം പോലെ ആയുധ കച്ചവടം ഇനി ആരംഭിക്കും യുദ്ധമൊക്കെ കഴിഞ്ഞാൽ. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഈ ഹോർമോസിൽ നിന്നും അവർക്ക് കിട്ടുന്ന വരുമാനം, അതുകൂടാതെ ഇറാന്റെ ഓയിലുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് പുറത്തേക്ക് വിറ്റ് പോകുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് ഓയിൽ വിൽക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഓയിൽ കപ്പലുകൾ ഇഷ്ടം പോലെയാണ് അവിടെ നിന്ന് പോകുന്നത്. അതും കൂടിയ വിലയ്ക്കാണ് ഇറാൻ ഓയിൽ വിൽക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഓയിൽ $US തന്നെ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ട്രംപ് താൽക്കാലികമായിട്ട് ഉപരോധം നീക്കിയിരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ എണ്ണ ഏത് രാജ്യത്തിനും വിൽക്കാൻ ഇറാൻ സാധിക്കുന്നുണ്ട്. ആർക്കെല്ലാം എവിടെയെല്ലാം എണ്ണ വേണോ ഇറാനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അവിടെ ചെല്ലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം മൂലം ഇറാന് നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവരുടെ ആ ഇമേജ് മാറിയതാണ്. കാരണം അവരെന്തായിരുന്നോ അത് അവർക്കറിയാമായിരുന്നു, നമുക്കും അറിയാമായിരുന്നു. നമ്മൾ പണ്ടും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ചൊറിയാൻ അമേരിക്കയോ ഇസ്രായേലോ പോയി കഴിഞ്ഞാൽ അത് അവരുടെ കബറടക്കമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇറാന് ഒന്നാമതായിട്ടുണ്ടായ നേട്ടം അവരുടെ ആ പഴയ ഇമേജ്, അവരെക്കുറിച്ച് പാശ്ചാത്യർ വരച്ചു വെച്ചിരുന്ന ഇമേജ് അവരുടെ തന്നെ പ്രവൃത്തി മൂലം മാറിക്കിട്ടിയതാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ആദരവോടുകൂടിയാണ് ഇറാനെ നോക്കിക്കാണുന്നത്. ഇറാൻ്റെ ഒരു ആഢ്യത്വമുണ്ട്, ഇറാനെ ആരും വെറുക്കുന്നില്ല. അതുകൂടാതെ ഇറാൻ ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള, അതായത് യുദ്ധം നിർത്തൽ ചെയ്യണം എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ യുദ്ധം നിർത്തൽ ചെയ്യാൻ വേണ്ടി ഇറാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള കണ്ടീഷനുകളിൽ ഒന്ന് ഇറാന് വന്നിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് പരിഹാരം കിട്ടണമെന്നുകൂടിയാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ യുദ്ധം ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു നേട്ടമായിട്ട് മാറും. ഈ ഒരു യുദ്ധം കൊണ്ട് ആ രാജ്യത്തിന്റെ തലവരെ എങ്ങനെയാണ് മാറിയെന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അത്രമേൽ വലിയൊരു മാറ്റമാണ്. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളും മൊത്തം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കരുത്ത് നേരിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരാരും തന്നെ പ്രതീക്ഷിച്ചില്ല അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാൻ ചെന്നാൽ ഇറാനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ പിടിച്ചു നിൽക്കൽ മാത്രമല്ല, അവർ പിടിച്ചു നിൽക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്ത് മുഴുവൻ അമേരിക്കൻ ബേസുകളും, മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ ബേസുകളും തകർത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഏതാണ്ട് ഗാസയുടെ പരുവത്തിൽ എത്തി നിൽക്കുകയാണ്. കുറെ കാലം മുമ്പ് ഗാസയിൽ കയറി ഇസ്രായേൽ മേഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചടി കിട്ടുമെന്ന്. ആ തിരിച്ചടി അവർ ചെന്ന് നിരന്ന് വാങ്ങിയായിരുന്നു. അതായത് ഗാസയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവരുടെ ആക്രമണം നേരിട്ട് പട്ടിണി കിടന്നും മറ്റും മരിച്ചു പോയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, അവിടുത്തെ നിരവധി സ്ത്രീകൾ, നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ ആത്മാക്കൾ
ദൈവത്തിനോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ പണി അവൻ തന്നെ ഇരുന്ന് വാങ്ങിക്കോളും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് കയറിക്കൊടുത്ത് ഇപ്പോൾ ഇറാൻ്റെ കക്ഷത്തിലിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ തല. എപ്പോൾ വിടണോ വിടണ്ടയോ എന്നുള്ളത് ഇറാൻ തീരുമാനിക്കും. താങ്ക് യു.